ഇന്നത്തെ ഡിജിറ്റൽ ജീവിതശൈലിയിൽ യുവ പ്രൊഫഷണലുകളെയും പ്രായമായവരെയും ഒരുപോലെ ബാധിക്കുന്ന കണ്ണിന്റെ അവസ്ഥയാണ് വരണ്ട കണ്ണുകൾ അഥവാ ഡ്രൈ ഐ സിൻഡ്രോം. ദീർഘനേരം സ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം കണ്ണിൽ കത്തുന്നത് പോലെ അനുഭവപ്പെടുകയോ തുടർച്ചയായി കാഠിന്യം അനുഭവപ്പെടുന്നതോ ആകട്ടെ, ഈ സാഹചര്യത്തിൽ വരണ്ട കണ്ണുകൾക്ക് ഏറ്റവും മികച്ച ഐ ഡ്രോപ്സുകൾ കണ്ടെത്തുന്നത് വളരെ ആവശ്യമുള്ളതും ആശ്വാസവുമാണ്. കണ്ണുകൾ വരണ്ടതും അസ്വസ്ഥത അനുഭവപ്പെടുമ്പോഴും കൃത്രിമ കണ്ണുനീര് സഹായമാകും. അവ വേഗത്തിൽ പ്രവർത്തിക്കുന്നതും ഉപയോഗിക്കുവാൻ എളുപ്പവുമാകുന്നു. എങ്കിലും അവയ്ക്കും പോരായ്മകളുണ്ട്. ഒരേ സമയം കൂടുതൽ തവണ ഉപയോഗിക്കുന്നതിലൂടെയും അളവിൽ കൂടുതൽ കൃത്രിമ കണ്ണുനീർ കണ്ണിൽ ഉപയോഗിക്കുന്നതിലൂടെയും ഗുണത്തിന് പകരം കണ്ണിന് ദോഷമായി ബാധിക്കുമെന്ന് ഓർമ്മിക്കുക. കൃത്രിമ കണ്ണുനീർ തുള്ളികൾ വാങ്ങുമ്പോൾ വരണ്ട കണ്ണുകളുടെ അവസ്ഥയും മറ്റ് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഡോക്ടർ വ്യത്യസ്ത മരുന്നുകൾ അടങ്ങിയ കൃത്രിമ കണ്ണുനീർ തുള്ളി നിർദ്ദേശിക്കുന്നത്. അത് പ്രധാന കാര്യമാണ്. കാർബോക്സി മീഥൈൽ സെല്ലുലോസ് 0.5% വെയ്റ്റ് ബൈ വോളിയം. നേരിയതോ കഠിനമായതോ ആയ കണ്ണിന്റെ വരൾച്ചയ്ക്ക് ഫലപ്രദമായ കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ഉപയോഗിക്കുന്നു. കുറച്ച് മണിക്കൂറിലും വീണ്ടും ഉപയോഗിക്കേണ്ടതായി വരും. എങ്കിലും വരണ്ട അവസ്ഥ ലക്ഷണം കാണിച്ചു തുടങ്ങുന്നവരിലും കോണ്ടാക്ട് ലെൻസ് സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്കും സുരക്ഷിതവുമാണ്. പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. വില വളരെ കുറവുമാണ്. എല്ലാ ഫാർമസികളിലും അവൈലബിൾ ആകുന്ന ഒരു ബ്രാൻഡാകുന്നു ഇത്തരത്തിലുള്ള ഐ ഡ്രോപ്സുകൾ. പോളിയെഥിലീൻ ഗ്ലൈക്കോൾ, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. ദിവസം മുഴുവൻ സ്ക്രീനുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരിലും കണ്ണിൽ കാറ്റടിക്കുന്നവരിലും ഉണ്ടാകുന്ന വരൾച്ച, ജലാംശം കണ്ണിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിന്റെ വരണ്ട അവസ്ഥയ്ക്ക് ആശ്വാസത്തിനായി പ്രൊപ്പലീൻ ഗ്ലൈക്കോളും പോളിയെഥിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയ ഐ ഡ്രോപ്സുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് കണ്ണിന്റെ ഇരട്ടപാളി സംരക്ഷണം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. വില കുറച്ച് കൂടുതലാകുന്നു. സോഡിയം ഹയാലുറോണേറ്റ് 0.1% വെയ്റ്റ് ബൈ വോളിയം. വരണ്ട കണ്ണുകളാൽ സ്ഥിരമായി ബുദ്ധിമുട്ടുള്ളവർക്കും കണ്ണിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും നേത്രപരിചരണം എന്ന രീതിയിൽ ലാസിക് രോഗികൾക്ക് അല്ലെങ്കിൽ തിമിര ശസ്ത്രക്രിയ ശേഷമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഐ ഡ്രോപ്സ് ആണ് സോഡിയം ഹയാലുറോണേറ്റ് ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത്. എന്നാൽ വില അല്പം കൂടുതലാണ്. ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി മാത്രം ഈ ഡ്രോപ്പ് തുടരുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. ഹൈപ്രോമെലോസ് കാർമലോസ് സോഡിയം ഐ ഡ്രോപ്സ്. ജെൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡ്രോപ്പുകളാണ് ഇവ. അതിനാൽ കഠിനമായ കണ്ണിന്റെ വരണ്ട അവസ്ഥ ചികിത്സിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു ഐ ഡ്രോപ്സ് ആണിത്. വരണ്ട കണ്ണിന്റെ ബുദ്ധിമുട്ട് കാരണത്താൽ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തവർക്ക് ഉറക്കത്തിന് 15 മിനിറ്റ് മുമ്പ് കണ്ണിൽ ഒഴിക്കുവാൻ ഇത് നിർദ്ദേശിക്കാറുണ്ട്. ജെൽ രൂപത്തിലാണ് ഇത് ഫാർമസികൾ അവൈലബിൾ ആകുന്നത്. ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസും ഡെക്സ്ട്രാൻ അടങ്ങിയ ഐ ഡ്രോപ്സുകൾ മലിനീകരണ എക്സ്പോഷർ കൊണ്ടുണ്ടാകുന്ന വരണ്ട കണ്ണുകൾക്കും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടാകുന്ന വരണ്ട കണ്ണുകൾക്കും നേരിയ വരണ്ട കണ്ണുകൾക്കും അനുയോജ്യം. പ്രിസർവേറ്റീവ് അടങ്ങിയിരിക്കുന്നതിനാൽ ചിലപ്പോൾ ചിലർക്ക് കണ്ണിൽ ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒരു ദിവസം 2-3 തവണ മാത്രം ഉപയോഗിക്കുക. ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. വരണ്ട കണ്ണുകൾക്ക് കണ്ണിൽ മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു ഫാർമസിസ്റ്റിൻ്റെയോ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുക. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.